ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് കുറേ പ്രതിസന്ധികളുണ്ട്. അതായത് പെൻഷൻ കിട്ടുമോ എന്നറിയില്ല, SSLC കുട്ടികളുടെ റിസൾട്ട് വരുന്നില്ല, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടിയുടെ ഇടയിൽ ഇതൊക്കെ മുങ്ങിപ്പോകുന്നുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം ജനങ്ങൾക്ക് തോന്നുന്നുണ്ടാവൂലേ, പിണറായി വിജയൻ തന്നെ മതിയായിരുന്നു തുടർന്നും മുഖ്യമന്ത്രി എന്നും, ഇടത് സർക്കാർ തന്നെ മതിയായിരുന്നു എന്നൊരു തോന്നൽ ഇപ്പൊ ചിലപ്പോൾ ജനങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ തോന്നും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 10 വർഷക്കാലം ജനങ്ങൾ ഏത് തരത്തിലാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ചിരിക്കാത്തതുകൊണ്ടാണോ അദ്ദേഹത്തെ പുറത്താക്കിയതെന്ന് അറിയില്ല. പിണറായി വിജയന്റെ ധാർഷ്ട്യമാണോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് അറിയില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും കേരളത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു പല കാര്യങ്ങളും ഓടിക്കൊണ്ടിരുന്നത്. അതായത് സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ നോക്കിക്കോളൂ. പെൻഷൻ ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ കയറുന്ന സമയത്തുണ്ടായിരുന്ന പല പെൻഷനുകളിൽ ഏകദേശം 18 മാസത്തോളം കുടിശ്ശിക UDF സർക്കാർ വരുത്തി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ ആ പെൻഷൻ ഇവിടുത്തെ നമുക്കെല്ലാവർക്കും അറിയാം, അന്ന് ലോക്കൽ കമ്മിറ്റി അല്ലെങ്കിൽ പിന്നെ ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ള ആൾക്കാരാണ് പല വീടുകളിലേക്കും ഈ കുടിശ്ശിക വന്ന പെൻഷൻ കൊണ്ട് കൊടുത്ത് നൽകിയിരുന്നത്. അപ്പോൾ ആ രീതിയിൽ പെൻഷൻ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന തരത്തിൽ വരെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. ആ പെൻഷന്റെ കുടിശ്ശികയെല്ലാം തീർക്കുകയും പുതിയൊരു സംവിധാനത്തിലൂടെ പെൻഷൻ കൊടുക്കുകയും ചെയ്തു. അപ്പം അന്ന് 600 എന്നുള്ളത് കൊടുത്തു തീർത്തു. പിന്നീട് 1600 ഇപ്പൊ 2000 രൂപ പെൻഷൻ എല്ലാവരുടെയും കയ്യിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സൗജന്യമായി ബസ് യാത്ര എന്ന് പറയുന്ന പുതിയൊരു വാഗ്ദാനം ഒരു ദിവസം UDF കണ്ടിട്ടായിരിക്കാം ഒരുപക്ഷെ കൂടുതലും അവര് ഈ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാവുക. ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറായി. സ്ത്രീകൾക്ക് ഇനിയും അവർ വെക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നത്, സ്ത്രീകൾക്ക് സൗജന്യമായി ബസ് KSRTC ബസ്സുകളിൽ യാത്ര. ഇപ്പം പ്രൈവറ്റ് ബസ്സുകാർ സമരം തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇനി അവർ സമരത്തിലേക്ക് പോകും. ഇപ്പൊ സർക്കാരില്ലാത്തതുകൊണ്ടാണ് അവരും സമരത്തിലേക്ക് പോകും. അവർ സമരത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, അവരെന്ത് ചെയ്യും? ഇപ്പൊ സ്ത്രീകള് ഇപ്പൊ ഒരു പ്രൈവറ്റ് ബസ്സിലേക്ക് പോകേണ്ട സ്ത്രീകൾ അവർ ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഒരു ഭാര്യയും ഭർത്താവോട് യാത്ര ചെയ്ത് വരുന്ന സമയത്ത് ഭർത്താക്കന്മാര് ഞങ്ങളുടെ പ്രൈവറ്റ് ബസ്സിലും ഭാര്യമാര് പിന്നെ KSRTC പോകില്ലല്ലോ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ പോകുന്ന ഞങ്ങൾക്ക് കിട്ടേണ്ട ആൾക്കാർ കൂടി KSRTC കൊണ്ടുപോയി കഴിയുമ്പോൾ ഞങ്ങളുടെ ബിസിനസ്സിനെ ഭയങ്കരമായിട്ട് ക്ഷീണമുണ്ടാക്കുന്നു. പലർക്കും ബസ് കിട്ടുന്ന വിലയ്ക്ക് കൊടുത്ത് തലേന്ന് ഒഴിവാക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതുകൂടി ഈ സർക്കാർ മനസ്സിലാക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോയിരിക്കുന്നത് എന്നൊക്കെ തുടങ്ങി ഒരുപാട് വിമർശനങ്ങൾ സ്വകാര്യ ബസ് ഉടമകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. പോട്ടെ, അത് എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഇതുമൂലം സംസ്ഥാന സർക്കാരിനുണ്ടാകുന്ന അധിക ബാധ്യത എങ്ങനെയാണ് ഇവർ മാനേജ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. പിന്നെ അതോടൊപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 25 ലക്ഷം രൂപയ്ക്ക് പ്രീമിയം ആരടയ്ക്കും എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മളുടെ എല്ലാ 78 ലക്ഷം കുടുംബങ്ങൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം അവർക്കെല്ലാവർക്കും കൂടി എങ്ങനെയാണ് ഈ പ്രീമിയം അടയ്ക്കുക? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും സംസ്ഥാനത്ത് ഒരു കൃത്യമായ ഒരു എന്താ പറയാ നമുക്കൊരു ബോധ്യം ഉണ്ടാക്കി തരേണ്ടത് സർക്കാരിന്റെ ജോലി. പക്ഷെ സർക്കാരില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഇതൊക്കെ എങ്ങനെ നടപ്പിലാക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ജനത്തിന് ഒരു സംശയമുണ്ട്. അതേസമയം ഈ കഴിഞ്ഞ കാലം നോക്കിക്കോളും, മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇരിക്കുന്ന ഒരു ഇടത് സർക്കാരിന്റെ കാലത്താണെങ്കിൽ ഇതിലൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ പെൻഷൻ മുടങ്ങുന്ന സമയത്ത് പെൻഷന്റെ ബാധ്യത സംസ്ഥാന സർക്കാരിനെ ഏറ്റെടുക്കാൻ കഴിയാതെ വരികയും കേന്ദ്രവിഹിതം കുറയുകയും ചെയ്ത സമയത്ത് ഒരു പെൻഷൻ കമ്പനി രൂപീകരിച്ചു. എന്നിട്ട് ആ കമ്പനിയുടെ ബാധ്യതയാക്കി ഇതൊക്കെ പെൻഷൻ കൊടുത്തു തീർക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കമ്പനിയിലേക്ക് ഒരു നിശ്ചിത തുക അടയ്ക്കുന്നു, ബാക്കിയുടെ ഇവരങ്ങനെ മാനേജ് ചെയ്ത് പോകുന്ന തരത്തിലേക്ക് സംവിധാനങ്ങൾ കൊണ്ടുപോയി. ഇവിടെ ഈ പറയുന്ന പോലെ പവർ ഗ്രിഡുകൾ സഹിതം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഈ പറയുന്ന നമ്മുടെ ഇതിന്റെ വൈദ്യുതി, ഈ ലോഡ് ഷെഡിങ്, പവർ കട്ട് തുടങ്ങിയ സാധനങ്ങളിൽ നിന്ന് കേരളത്തെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, ഇടക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു മഴയില്ലാതിരുന്ന സമയത്ത് വൈദ്യുതിയുടെ ഉപഭോഗം കൂടിയ സമയത്ത് ഇടയ്ക്ക് ഒരു 10-15 മിനിറ്റ് പവർ കട്ട് നമുക്ക് വരുമായിരുന്നു. അന്ന് പറഞ്ഞു എന്ത് ലോഡ് ഷെഡിങ് ഇല്ലാത്ത 10 വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാർ കാണിക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞു. കൃത്യമായ ടെക്നോളജിക്കലി എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ളത് അന്ന് തന്നെ KEB വ്യക്തമാക്കുകയും ചെയ്തു. അപ്പം ഈ രീതിയിലെല്ലാം നമുക്ക് പിന്നെ ഗുണകരമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സർക്കാർ തന്നെയുമല്ല, നമുക്കറിയാവുന്ന പോലെ കുറേയധികം എന്താ പറയാ ഡിസാസ്റ്റേഴ്സിനെ വളരെ കൃത്യമായി മാനേജ് ചെയ്ത് നമ്മളെ നിപ്പയിൽ നിന്നും കോവിഡിൽ നിന്നും പിന്നെ അതോടൊപ്പം തന്നെ കൊറോണയിൽ നിന്ന് മീൻസ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രളയം ഒക്കെ വന്ന സമയത്ത് നമ്മളോടൊപ്പം നിന്നൊരു സർക്കാരാണ്. അപ്പം ഈ ഒരു സർക്കാർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷമായിരുന്നു അധികാരത്തിലേറിയെങ്കിൽ ആദ്യത്തെ എനിക്ക് തോന്നുന്നു ബുധനാഴ്ച ദിവസം ആദ്യത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ടുണ്ടാവും. മന്ത്രിസഭാ യോഗ തീരുമാനം അനുസരിച്ച് ജനങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുകയും അടുത്ത മാസം 1-ാം തീയതി മുതൽ പിന്നെ എനിക്ക് തോന്നുന്നു മെയ്യിലെ പെൻഷൻ ഉൾപ്പെടെ ജൂണിൽ കിട്ടുന്ന ഒരു അവസ്ഥ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. 2 മാസത്തെ പെൻഷൻ 4000 രൂപ എനിക്ക് തോന്നുന്നു ജൂൺ മാസം ആകുമ്പോൾ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിയേനെ. ഇപ്പൊ നോക്കിക്കോളൂ, കുട്ടികളുടെ വിദ്യാഭ്യാസം
ഇപ്പൊ കുട്ടികളുടെ പഠിക്കുന്ന സ്കൂളുകളുടെ ഫിറ്റ്നസ് ഇതുവരെ തീർന്നിട്ടില്ല. അപ്പൊ അതും ആരാണിത് നോക്കേണ്ടത്? ഇനിയിപ്പോ പറയുന്ന പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പോലും ഇല്ല കേരളത്തിന്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് കുട്ടി SSLC പിന്നെ ഫലം വരേണ്ടതല്ലേ? പിന്നെ ഉമാ തോമസ് ചോദിച്ച പോലെ SSLC ഫലം അറിയാൻ ആർക്കാണ് ഇത്ര ധൃതി എന്ന് ചോദിക്കാൻ പറ്റില്ല. കുട്ടികൾക്ക് ഉപരിപഠനമുണ്ട്. കുട്ടികൾക്ക് ഇത് കഴിഞ്ഞ ഉടനെ ജൂൺ ജൂലൈ മാസത്തോടുകൂടി അവർ +1 അഡ്മിഷൻ എടുത്ത് പോകണം. ഇതല്ലാത്തവർ അടുത്തതിലേക്ക് പോകണം. അപ്പൊ എന്നത്തേക്ക് ഇവര് പബ്ലിഷ് ചെയ്യും? അപ്പൊ ഒരു സർക്കാർ വരണം. ഇനി നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ മന്ത്രിമാരെ തീരുമാനിക്കുന്ന സമയത്ത് ഇതിനേക്കാൾ വലിയ അടി നടക്കും. ഇത് ഭയങ്കര പ്രശ്നം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് പറഞ്ഞ ഇതാണ്. ആർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് വീണ്ടും തല്ല് നടക്കും. ആ വീണ്ടും തല്ല് നടക്കുകയും അതിനകത്തുള്ള രാജിയും ബഹളവും വീണ്ടും ഹൈക്കമാൻഡിന്റെ വരവും ഇവിടുന്ന് കുറെ പേരെ അങ്ങോട്ട് ആനയിക്കലും ദീപാദാസ് മുൻഷി ഇങ്ങോട്ട് വരും, KC വേണുഗോപാൽ ഇന്ന് വേണ്ട സകലമാന പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതിൽ KC വേണുഗോപാലിന്റെ ആൾക്കാർക്ക് കൂടുതൽ മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും, VD സതീശന്റെ ആൾക്കാർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണം, ചെന്നിത്തലയുടെ ആൾക്കാർക്ക് കൊടുക്കണം എന്ന് വേണ്ട ഭയങ്കരമായ പ്രശ്നങ്ങളായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക. എന്ന് വെച്ചാൽ കേരളത്തിൽ 5 വർഷം ഉണ്ടാകാൻ പോകുന്ന ഭരണമായിരിക്കില്ല, തമ്മിലടി ആയിരിക്കും എന്ന് തന്നെയാണ്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരിക്കുന്ന കാലത്ത് ഏറ്റവും അധികം ഉമ്മൻചാണ്ടി വിമർശിച്ചിട്ടുള്ള ഒരാൾ VD സതീശൻ തന്നെയാണ്. ഇനി ഇത്തവണ VD സതീശൻ മുഖ്യമന്ത്രി ആയില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പോലും VD സതീശൻ മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കും. അങ്ങനെ മാറി നിൽക്കുന്ന VD സതീശനെ മന്ത്രിമാര് ഭയക്കണം. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഏതൊക്കെ അവസ്ഥയിലേക്കായിരിക്കും ഇനി പോവുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ കൺഫ്യൂഷൻസ് ഉണ്ട്. എല്ലാം ഈ പറഞ്ഞ ഓരോ പദ്ധതികൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, വലിയ പ്രോജക്റ്റുകളൊന്നും നടപ്പിലാക്കിയിട്ടില്ല. അതോടൊപ്പം നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. KPCCയുടെ പിന്നെ വീട് പണി അത് ഏത് രീതിയിൽ ഇനി പൂർത്തിയാക്കും? കുന്നംപറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലം ഏറ്റെടുത്തിട്ടിരിക്കുന്ന ഏകദേശം 3.25 ഏക്കർ ഭൂമി അവിടെ കിടപ്പുണ്ട്. ആ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ആരാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് അവിടെ വീട് നിർമ്മാണം പൂർത്തിയാക്കി കോൺഗ്രസ്സുകാർ കൊടുക്കുക? ഏറ്റവും ഒടുവിൽ ഇനി പറയാൻ പോണ എന്താ, ടൗൺഷിപ്പ് പൂർത്തിയാക്കിയത് പിന്നെ UDFന്റെ സർക്കാരാണ് എന്ന് പറഞ്ഞു വെക്കുക. ആ പൈസ ഞങ്ങൾ വീട് വെച്ച് കൊടുത്തു. ജനങ്ങൾ മണ്ടന്മാരായെന്നേ, വയനാടുകാരല്ലെങ്കിലും മണ്ടന്മാരായിരിക്കുകയാണ്. ഈ 3 സീറ്റും ഇത്തവണ വയനാട്ടിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞല്ലോ. സോ വയനാട്ടില് സർക്കാരാണല്ലോ ടൗൺഷിപ്പിന് പദ്ധതി ഇട്ട് ടൗൺഷിപ്പ് ആക്കി കൊടുത്തത്. അന്നേരം സർക്കാർ ദൈവമായിരുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുത്ത സമയത്ത് സർക്കാർ എന്ന് പറയുന്നത് ദൈവമാണ്. എന്നാൽ ഇപ്പം ടൗൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ സർക്കാരിന് വേണ്ട, മീൻസ് ഇടതുപക്ഷത്തെ വേണ്ട. ഇവിടെ നോക്കിക്കോളൂ, ഇനി ഇത് ഹൈജാക്ക് ചെയ്തു. അതായത് ടൗൺഷിപ്പ് പ്രോജക്ട് സർക്കാർ ഈ പറയുന്ന UDFന്റേതായി മാറുന്നു. അപ്പോഴും ജനങ്ങളെ പറ്റിച്ച UDF അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സംവിധാനം അപ്പോഴും അവിടെ നിൽക്കുക. നമ്മൾ മനസ്സിലാക്കണം, കുന്നംപറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് 3.25 ഏക്കർ മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചില്ലേ? ആ പറ്റിക്കലും വഞ്ചിക്കലും അപ്പോഴും അവിടെ തന്നെ നിലനിൽക്കുക. അവർ വീട് വയ്ക്കില്ല. യൂത്ത് കോൺഗ്രസ്സുകാർ പറ്റിച്ച പറ്റിക്കലും അവിടെ നിൽക്കുക. കാര്യം മറ്റേ അങ്ങേര് ജയിച്ചു കൊടുങ്ങല്ലൂരിന്ന് ആര് OJ ജനീഷ് ജയിച്ചു. അപ്പം ഇതെല്ലാം അവിടെ ഇങ്ങനെ നിലനിൽക്കുകയാണ്. കോൺഗ്രസ്സുകാർ പറ്റിച്ചതെല്ലാം നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യം ഒരിടത്ത്. എന്നിട്ട് CPMകാർ അല്ലെങ്കിൽ CPM അല്ല, ഇവിടുത്തെ ഇടത് സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ വേറൊരു വശത്ത്. ഇനി ഇതെല്ലാം കുത്തഴിയാൻ പോയി. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മേഖല ടൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്, ആരോഗ്യ മേഖല ടൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. എല്ലാ മേഖലയെയും വളരെ കൃത്യമായി കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിച്ചു വെച്ചിരിക്കുകയാണ് ഇടത് സർക്കാർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയും ഇവര് വന്ന് കയറുമ്പോൾ എന്താ സംഭവിക്കുക? ഇതെല്ലാം അഴിഞ്ഞു തുടങ്ങും. ഇതല്ല വിദ്യാഭ്യാസ മേഖല ഇപ്പൊ തുടങ്ങുകയാണ്. വിദ്യാഭ്യാസ മേഖലയുടെ അധപ്പതനം. കുട്ടികൾക്ക് ഇപ്പൊ പുസ്തകം അടിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് ഇത്തവണ വലിയ പ്രശ്നമില്ല, അടുത്തവണ പെടും. അടുത്തവണ നമ്മുടെ കുട്ടികൾ പെടും എന്നുള്ള കാര്യം 100% ഉറപ്പാ. അപ്പം ആ രീതിയിൽ ഓരോ ഘട്ടമായിട്ട് നമ്മുടെ മേഖല വീണ്ടും തകരും. വീണ്ടും ഇടത് സർക്കാർ വന്നിട്ട് വീണ്ടും ഇതിനെ പഴയ ഒരു അവസ്ഥയിലേക്ക് എന്ന് വെച്ചാൽ നല്ലൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ഈ പറഞ്ഞ UDF ഒരു അധപ്പതനത്തിന്റെ വക്കിലേക്കാണ്. അതുകൊണ്ട് ഇപ്പൊ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി, അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോ പറഞ്ഞ പോലെ ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് വെച്ചിരുന്നെങ്കിൽ ഒരു 100-120 സീറ്റിനെങ്കിലും മിനിമം ഇടത് സർക്കാർ അധികാരത്തിൽ വന്നേനെ. ഈ സമയത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ. കാരണം അത്രത്തോളം ജനം ഈ പറയുന്ന 10 ദിവസം കൊണ്ട് വെറുത്തു കഴിഞ്ഞു. കാരണം എന്താ, 1 മാസം സമയം ഉണ്ടായിരുന്നിട്ട് കൂടി, നമുക്ക് കൃത്യം 1 മാസം സമയം ഉണ്ടായിരുന്നു. ഈ 1 മാസം സമയം ഉണ്ടായിരുന്നിട്ട് കൂടിയും വിജയിക്കുമെന്ന് ഇത്ര ഉറപ്പുണ്ടായിരുന്നിട്ട് കൂടിയും എന്തുകൊണ്ടാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ അവർക്ക് കഴിയാതെ പോയത്? അല്ലെ? എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ആളിനെ കണ്ടെത്തേണ്ടത്? അങ്ങനെ ഒരാളിനെ എന്തുകൊണ്ടാണ് ഇവർ കണ്ടെത്താൻ കഴിയാതെ പോയത്? അപ്പൊ അത്രത്തോളം ദാരുണമായ അവസ്ഥയിലാണ്. എന്നിട്ട് ഇപ്പോ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളുടെ മുമ്പിൽ കിടന്നുകൊണ്ട് തെരുവിൽ പട്ടികൾ കടിപിടി കൂടുന്ന പോലെ നടത്തിക്കൊണ്ടിരിക്കുകയത്. ഇത് ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പൊതുജനം ചിന്തിച്ചു തുടങ്ങിയെന്നേ, പിണറായി വിജയൻ തന്നെ മതിയായിരുന്നു. കാരണം ക്ഷേമ പദ്ധതികളെല്ലാം വളരെ കൃത്യമായി നടന്നു പോകും. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ മേഖല, പിന്നെ അതോടൊപ്പം പിന്നെ വികസന പദ്ധതികൾ, റോഡ് വികസനം, ഇതൊക്കെ വളരെ കൃത്യമായി പോവും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇതുവരെ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര പദ്ധതികൾ നമുക്കറിയാം. ഈ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് പണം കിട്ടാതിരുന്നിട്ട് കൂടി എല്ലാ അർത്ഥത്തിലും കേന്ദ്ര സർക്കാർ വരിഞ്ഞു മുറുക്കുന്ന സമയത്ത് കൂടി ഇതിനെ എല്ലാം മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ. അതാണ് ഒരു സർക്കാരിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ.
അങ്ങനെ ഇതിനെല്ലാം വളരെ കൃത്യമായി മാനേജ് ചെയ്തുകൊണ്ട് പോയ സർക്കാർ കൂടിയാണ് ഇടത് സർക്കാർ. അപ്പൊ പൊതുജനം അങ്ങനെ ചിന്തിച്ചു പോകും, ഇടത് സർക്കാർ തന്നെ മതിയായിരുന്നു, അല്ലെ പിണറായി വിജയൻ തന്നെ മതിയായിരുന്നു, അങ്ങയുടെ ധാർഷ്ട്യം കണ്ട് അങ്ങനെ പിടിച്ച് പുറത്താക്കിയതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് അല്ലെങ്കിൽ നിരാശയുണ്ട് എന്ന് നാളെ ഒരു സമയത്ത് ജനം പറയും, ഉറപ്പാണ്.